ഒന്നൊന്നര വെയിലാണേ ദൈവമേ. ബട്ട് ഈ വെയിലിനെ അതിജീവിക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്താണ്? രക്ഷയില്ല. ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ മോളീസ് ഗാർഡനിലേക്ക് ഓടി വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ഇച്ചിരി പുതിന ഇല എടുക്കാനാണ്. നൈസ് ഫ്രഷ്. ഇവിടെ ഈ സത്യം പറഞ്ഞാൽ ഇവിടെ എല്ലാം കുറച്ച് ചെടികളും കുറച്ച് ഈർപ്പമൊക്കെ ഉള്ള സ്ഥലമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പാമ്പുകളുടെ ശല്യം ഒരുപാടുണ്ടെന്ന് കേൾക്കുന്നു. പക്ഷെ ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. കാരണം ഇവിടെ കീരിയുണ്ട്. രാത്രിയാകുമ്പോൾ കീരി വെളിയിലിറങ്ങും. ഇപ്പോൾ വേറെ ഏതോ ഒരാളും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. നോക്കിയേ, നമ്മൾ നട്ട് വെച്ചിരുന്ന ചീര, മുളക് എല്ലാം നിങ്ങൾ കണ്ടാണല്ലോ. ഇവിടെ ചേട്ടൻ വന്ന് അന്ന് കുറേ പുതിയ ചെടികൾ നട്ടു. എല്ലാത്തിനെയും കട്ട് ചെയ്ത് ഇതെല്ലാത്തിൻ്റെ ഇലയും കഴിച്ചിട്ട് പോയിരിക്കുവാണ്. ഇനി ഇത് മുകളിലോട്ട് വരുമോയെന്നറിയില്ല. മുകളിലോട്ട് വരുന്നതിനനുസരിച്ച് ഏതോ ഒരു ജന്തു ഇവിടെ വന്ന് കഴിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് എല്ലാം വെച്ചേക്കുന്നത്. അപ്പോൾ കീരിയും മരപ്പട്ടി ഇതൊക്കെ രാത്രി സഞ്ചാരം കേട്ടോ. ഇവിടെ മരപ്പട്ടിയൊക്കെ അവിടെ ആ ഭാഗത്തൊക്കെ ഉണ്ട്, അപ്പുറത്തെ ആ രാമേന്ദ്രയുടെ ബാക്ക് സൈഡിൽ. നോക്കിയപ്പോൾ ആ വാടി നിൽക്കുന്നത്. രാവിലെ വെള്ളം ഒഴിച്ചാണേ, ബട്ട് സ്റ്റിൽ നമ്മൾ പോലും വാടി പോകുന്നൊരവസ്ഥയല്ലേ. ഞാനേ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഈയുടെ വീട്ടിൽ നോക്കിയേ, അവരവിടെ ഡ്രാഗൺ ഫ്രൂട്ട് വളർത്താനായിട്ട് ചാക്കിൽ എന്നിട്ട് അങ്ങോട്ട് പടർത്തി വിട്ടിരിക്കുക. രസമുണ്ടല്ലേ അത് കാണാൻ. നാരകത്തിൻ്റെ ഇല വേണമെങ്കിൽ നമുക്ക് നല്ലൊരു നാരങ്ങ ചെടി ടെറസിലുണ്ട്. ഇത് അല്ലാണ്ട് ഇവിടെ ഒരു ശകലം സ്ഥലം ഇട്ടിട്ട് ഇച്ചിരി സ്ഥലത്തുണ്ടെങ്കിൽ നമുക്ക് സംഭാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കാമല്ലോ. വീടിനകത്ത് കയറിയപ്പോൾ ഒരു ആശ്വാസം. വെളിയിലേക്ക് ഇറങ്ങാൻ വയ്യ, അത്ര ചൂടാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്താ അറിയോ, നാച്ചുറൽ ജ്യൂസ് കുടിക്കുന്നതല്ലാതെ അപ്പോൾ നമ്മുടെ കയ്യിൽ പുതിന ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ലൈം ജ്യൂസിൽ പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നോ അതിലെല്ലാം ഇപ്പോൾ പുതിന ഒരു പ്രധാന ഘടകമാണ്. വേറൊരു കോമഡി എന്താ വെച്ചാൽ, നമുക്കിപ്പോൾ ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കരിമ്പിൻ്റെ ജ്യൂസ് കിട്ടും, നൊങ്കിൻ്റെ ജ്യൂസ് കിട്ടും, നൊങ്കിൻ്റെ പല വെറൈറ്റി, കരിക്കിൻ്റെ വെറൈറ്റീസ്, എല്ലാ ജ്യൂസ് കടകളുടെ ഫ്രണ്ടിലും തിരക്കാണ്. അപ്പോൾ കരിമ്പില്ലാണ്ട് കരിമ്പിൻ്റെ ജ്യൂസ് കുടിക്കുന്നൊരു ടെക്നിക്കുണ്ട് വീടുകളിൽ ചെയ്യാൻ പറ്റുന്നത്. പ്രധാന കാരണം എന്ന് വെച്ചാൽ ശർക്കര ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? കരിമ്പിൻ്റെ ജ്യൂസിൽ നിന്നാണ് ശർക്കര വരുന്നത്. ഈവൻ പഞ്ചസാര എവിടെ നിന്നാണ് വരുന്നത്? കരിമ്പിൽ നിന്ന് തന്നെയാണ്. ശർക്കര വീട്ടിലുണ്ടെങ്കിൽ പിന്നെ കുറച്ച് ബാക്കി കാര്യങ്ങളുമായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു പ്ലാനിങ്ങിലാണ് ആദ്യം നോക്കിക്കോളൂ. പിന്നെ മാമ്പഴക്കാലമായി കഴിഞ്ഞാൽ അറിയാലോ, മാങ്ങ ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടം കോട്ടുകോണം മാങ്ങയാണ്. അതാണ് എൻ്റെ ഫേവറേറ്റ്. അതിൻ്റെ കൂടെ അല്ലാത്ത 2-3 ടൈപ്പ് മാങ്ങയും കിട്ടിയിട്ടുണ്ട്. ഞാൻ മേടിച്ചതുമുണ്ട് കിട്ടിയതുമുണ്ട്, കുറേയൊക്കെ മേടിച്ചാണ്. പിന്നെ പച്ചമാങ്ങയും ആവശ്യം പോലെ വരുന്ന സമയമാണ്. അപ്പോൾ പച്ചമാങ്ങയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്കൊന്ന് ജ്യൂസ് കുടിക്കാൻ തോന്നി. ഓക്കെ, ഫസ്റ്റ് ഇതിലിപ്പോൾ നോക്കിക്കോളൂ, ബ്ലെൻഡറിലേക്കൊരു 2 കപ്പിനെടുക്കാം. ഒരു 5 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി. നല്ല ഇനം ആണെങ്കിൽ ഏറ്റവും നല്ലത്. അതായത് പൊടി അഴുക്കൊന്നും ഇല്ലാത്തതായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ പൊടിച്ചരിച്ചൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലത്. കുറച്ച് മിൻറ്റ് ലീവ്സ് ഇടാം. ഓക്കെ, മുഴുവൻ ഇടുന്നില്ല, കുറച്ച് 2-3 തണ്ടിട്ടു. പിന്നെ നാരങ്ങയുടെ നീരെടുക്കാം. ഇപ്പോൾ ഒരു നാരങ്ങയുടെ ഫുൾ എടുക്കാമെന്ന് വിചാരിക്കണം. 1 ലെമൺ ഫുൾ. കുറച്ച് ഐസ് ക്യൂബ്സ് ഇപ്പോൾ ഇടുന്നു. കുറച്ച് ഐസ് വാട്ടർ. ഓക്കെ, 1 കപ്പ് ഒഴിക്കാം. ഇനി ഒന്ന് ബ്ലെൻഡ് ചെയ്യാം. ഐസ് വാട്ടർ. കുറച്ചുകൂടി ശർക്കരപ്പൊടി വേണം. 5, 6, 7, 8. ഇനിയും കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. നമ്മുടെ കരിമ്പിൻ്റെ ജ്യൂസസ് റെഡി. ഇതതിൻ്റെ പതയാണ്. വേണമെങ്കിൽ ആകാം, പക്ഷെ നമുക്ക് പത ആവശ്യമില്ലല്ലോ. മിക്സിയിൽ ഇങ്ങനെ അടിക്കുമ്പോൾ ഉണ്ടാകുന്ന പത അത് മാറ്റും. പത ഉള്ളി അകത്തോട്ടാണ് നമ്മുടെ കരിമ്പിൻ്റെ ജ്യൂസ് ഇരിക്കുന്നത്. നോക്കോളൂ, ആ കളറെല്ലാം കറക്റ്റാണ്. യെസ്, കരിമ്പിൻ ജ്യൂസസ് റെഡി. ഞാൻ മധുരം നോക്കട്ടെ. കറക്റ്റ്. ഓക്കെ, ഇനി ഗ്ലാസ്സിൽ ഐസ് ക്യൂബ്സ്. അതിനകത്തും ഐസ് ക്യൂബ് ഇട്ടിരുന്നു,
ഐസ് വാട്ടറാണ് ഒഴിച്ചത്, എങ്കിലും കുറച്ച് കൂടുതലിരിക്കട്ടെ. ശുദ്ധമായ കരിമ്പിൻ ജ്യൂസ് നമ്മൾ കുടിക്കും. വാ, അപ്പോൾ ഇതിലൊരു 3 ഗ്ലാസ്, ഇതുപോലത്തെ 3 ഗ്ലാസ് നിറച്ചുണ്ടാവും. വാ, അടിപൊളി. എന്തൊരാശ്വാസം. നല്ല പുതിനയുടെ ടേസ്റ്റ് ഉണ്ട്. ഒരു കരിമ്പിൻ ജ്യൂസ് തന്നെ ഓൾമോസ്റ്റ് ഒരു 75% ഒരു കരിമ്പിൻ ജ്യൂസിൻ്റെ സ്വാദോടുകൂടി നമുക്ക് കഴിക്കാം. പുടുവിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം കേട്ടോ. പുടുവിനറിയാം ഇവിടെ ആളുണ്ട് അകത്ത്. നിറച്ച ഐസൊക്കെ ഇട്ട് തന്നെ കുടിച്ചാലേ ഈ ഒരു ക്ലൈമറ്റിന് ബെസ്റ്റാണ്. എന്നാൽ പിന്നെ ഏകദേശം ഒരു ഇതുപോലത്തെ 3 ഗ്ലാസ്സിനുണ്ട്. ഞാനൊരു 3/4 കപ്പ് ശർക്കര പൊടിച്ചത് ഇട്ടു എന്ന് തന്നെ പറയാം. അപ്പോൾ 1 കപ്പിന് 3 ടേബിൾ സ്പൂൺ ശർക്കര വേണ്ടി വരും. ഒരു വലിയ നാരങ്ങയുടെ ജ്യൂസാണ് ഞാൻ 3 കൂടി ചേർത്തെടുത്തിരിക്കുന്നത്. അപ്പോൾ 3 കപ്പിന് പുതിന ഒരു അല്പം, ഒരു 2-3 ബഞ്ച്. ഓക്കെ, 2-3 ബഞ്ച് ഇങ്ങനെ ഇളക്കിയെടുക്കില്ലേ കൊണ്ട പോലെ, അതൊരു 3-4 കൊണ്ട, അത് മതിയാവും. ലോട്ട് ഓഫ് ഐസ്. ഇനി വേറൊരു കാര്യം ചെയ്യാൻ പോകണം. ഇപ്പം മാമ്പഴത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പം ഞാൻ തിര ഉണ്ടാക്കിയാലോ എന്ന് ആലോചിക്കുന്നു. ഇപ്പോൾ പിഴിഞ്ഞ് ചാറെടുത്തിട്ട് ട്രെയിലാക്കിയിട്ട് വെയിലത്ത് വെക്കാൻ പോകണം. പഴയ കാലത്താണെങ്കിൽ ചാറ് തന്നെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ പിന്നെ ആഡഡ് പഞ്ചസാരയൊന്നും ആവശ്യമില്ല. ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത് വെച്ചാൽ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് അടുപ്പിൽ വെച്ച് കുറുക്കി കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആക്കിയിട്ട് വറ്റിച്ച്, അതെന്തിനാണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടാനാണ്. വെള്ളത്തിൻ്റെ അംശം കുറേ കൂടെ കുറച്ചിട്ട് വെയിലത്ത് വെച്ച് ഉണക്കുന്നു. ഞാൻ പക്ഷേ അങ്ങനെ ചെയ്യുന്നില്ല. ഒറിജിനൽ പണ്ട് ആൾക്കാർ എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ ചെയ്യാം. പിഴിഞ്ഞെടുത്തിട്ട് അത് വെയിലത്ത് വെച്ച് ഉണക്കാം. അതൊരു കാര്യം. ഇനി ഒരു പച്ചമാങ്ങ ഒരു 3 എണ്ണം, നമുക്ക് കുറച്ച് പച്ചമാങ്ങയുടെ ജ്യൂസും കൂടി ഉണ്ടാക്കി വെക്കാം. അപ്പടാ എത്തി ആളെത്തി എത്തി. ആ, ഡ്രിങ്ക്. നൈസ്. ഡിഡ് യു ലൈക്ക് ഇറ്റ്? ഓക്കെ, മോർ. ഓക്കെ. അയ്യോ കളിക്കുന്നതാണ് ഇഷ്ടം. സി ഐസ് ക്യൂബ്സ്. മുന്നേ കുടിക്കടാ. ആ, മതി. ഇനി ഡ്രിങ്ക്. ആഹാ, ഇവിടെ അദ്ദേഹം പാചകത്തിലാണ്. ആ, ഓക്കെ, കലക്കിയിട്ടേ കുടിക്കുള്ളൂ. പുടുവിന് എല്ലാവർക്കും കാണണമെന്ന് പറയുന്നതുകൊണ്ടാണ് പുടു. ഓ, മിക്സ്. ഓക്കെ, മിക്സ്. നൗ ഡ്രിങ്ക്. ഇതിപ്പോൾ കളയും അല്ലെങ്കിൽ. നൈസ്. ഹൗ ഇസ് ഇറ്റ്? ഗുഡ്. യാ. ലുലു പോകുമ്പോഴാണെങ്കിൽ എന്തോ ലുലു മോളിൻ്റെ ആളാണ് പുതു. ഓക്കെ, പുതു ലുലു മോളിൽ പോയപ്പോൾ ജ്യൂസ് കുടിച്ചു അല്ലേ? ഓക്കെ, കുടിക്കൂ. ദിസ് അമ്മാമസ്. ഓക്കെ, ഡ്രിങ്ക് ദിസ്. ഓക്കെ, എന്താ അമ്മാമസ് ഡ്രിങ്ക് ടു ഡ്രിങ്ക്. ആ, മിക്സ് ചെയ്താൽ മതി മോനെ. മിക്സ്. ഓക്കെ, മിക്സ് ചെയ്ത് കുടിക്കുള്ളൂ. ഇപ്പം അങ്ങനെയാണ്. മിക്സ്. മിക്കവാറും ഉടുപ്പിലെല്ലാം ആക്കും. ഓക്കെ, ഫുള്ള് കുടിക്കണം എന്നില്ല, കുറച്ച് കുടിച്ചാൽ മതി. ടേസ്റ്റ് ചെയ്യുള്ളി. ഇത്രയും സ്വീറ്റ് വേണ്ട, ശർക്കരയാണെങ്കിലും ജസ്റ്റ് ഫോർ ടേസ്റ്റിങ്. ഓക്കെ, മതി. പുടു സേ ഒരു ഹലോ പറയൂ, ഹായ് പറയുമല്ലേ. ഹായ്. പുടുവിനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ലവ് എല്ലാവർക്കും അല്ലേ, എല്ലാവർക്കും ലോട്ട്സ് ഓഫ് ലവ്. അയ്യോ എടുത്തോണ്ട് പോകും. ആ, മിക്സ്. അത് പാചകം തുടങ്ങി. കരിമ്പിൻ ജ്യൂസ് റെഡിയായി കഴിഞ്ഞു. എക്സാക്റ്റ് കരിമ്പിൻ ജ്യൂസാണെന്ന് വെച്ചാൽ അത്ര എക്സാക്റ്റ് അല്ല, പക്ഷേ നല്ല ഫ്ലേവർഫുള്ളാണ് ഒരു കരിമ്പിൻ ജ്യൂസിൻ്റെ. ഞാൻ പറഞ്ഞില്ല 75% ടേസ്റ്റ് അതിൽ വരും. പിന്നെ ഇത്രയും മധുരം പോലും വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കുറയ്ക്കാം. പക്ഷേ ഇതൊരു കറക്റ്റാണ്. എന്തായാലും ഇത് തിരിച്ച് റിവേഴ്സാണ്. നമ്മൾ കരിമ്പിൻ്റെ ജ്യൂസിൽ നിന്നും ശർക്കര ഉണ്ടാക്കുന്നത്, ഇത് ശർക്കരയിൽ നിന്നും തിരിച്ച് കരിമ്പിലേക്ക് പോകും. ഇതിപ്പോൾ 3 മാങ്ങ, ചെറുത്, വലിയ വലുതല്ല. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് വേവിക്കാം. കുക്കറിൽ ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നല്ല വേഗത്തെ 2-3 വിസിൽ വരട്ടെ. 3-4 വെന്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ പൾപ്പിൽ നിന്നാണ് നമ്മൾ ജ്യൂസ് എടുക്കുന്നത്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞാനിതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് മാജിക് കവറിൽ കാണിച്ചിട്ടുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷെ ഇപ്പോൾ ഇതൊക്കെ ഭയങ്കര പോപ്പുലറായിട്ട് എല്ലാവരും ചെയ്യുന്നൊരു ഐറ്റമാണ്. ഇത് നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ സജീവമാണ് വർഷങ്ങളായിട്ട്. ഇത് സ്വീറ്റ് വേർഷനിലും ചെയ്യും,
ഇപ്പോൾ ചാട്ട് മസാല, ബ്ലാക്ക് സോൾട്ട്, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്, ജീര പൗഡറൊക്കെ ഇട്ടിട്ട് അവരുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച് പന്ന എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയും ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. എനിക്ക് നോർത്ത് ഇന്ത്യൻ ആ ഒരു ഫ്ലേവർ ഇഷ്ടമല്ല. ചാട്ട് മസാല, ബ്ലാക്ക് സോൾട്ട്. ഞാൻ ഇച്ചിരി സ്വീറ്റ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യാൻ പോണേ. ഓക്കെ, പച്ചമാങ്ങ വേകുന്ന സമയം കൊണ്ട് നമുക്ക് പഴുത്ത മാങ്ങയെ സെറ്റ് ചെയ്യാം. ഇതിപ്പോൾ നല്ല വെയിലുള്ള സമയത്ത് ടെറസിൽ കൊണ്ട് വെച്ചാൽ ഇന്നും നാളെയും കൊണ്ട് സെറ്റാകും എന്നാണ് എൻ്റെ വിശ്വാസം. ഇത് നല്ലൊരു മാമ്പഴം. ഞാൻ നമ്മുടെ ട്രാവൽ വ്ളോഗിന് വേണ്ടി ഷൂട്ട് ചെയ്യാൻ പോയ ഒരു ജ്യൂസ് കടയിൽ നിന്ന് വാങ്ങിയതാണ്. അവർ പറഞ്ഞത് ഒരു സ്പെഷ്യൽ, ഒരു പ്രത്യേക ഷേപ്പിൻ്റെ മാങ്ങയെന്ന് പറഞ്ഞാൽ മറന്നു കേട്ടോ, പേരെന്താ പറഞ്ഞതെന്ന്. അത് എവിടെ നിന്നോ അവർ വരുത്തിയതാണ്. അവർ വിൽക്കുന്നുണ്ടായിരുന്നു അവിടെ. നല്ല ചതയുള്ള മാങ്ങയാണ്, അതായത് ദശക്കട്ടിയുള്ള മാങ്ങയാണെന്ന് പറഞ്ഞു. മാങ്ങ എനിക്ക് അധികം കട്ടിയില്ല, ശരിയാട്ടോ. ഇഷ്ടം പോലെ ഫ്ലഷാണ്. അതെ, ആൻഡ് വെരി സ്വീറ്റ് ഓൾസോ. മധുരം നോക്കട്ടെ, നോക്കിയിട്ട് പറയാം. സൂപ്പർ, നല്ല മധുരം ഉണ്ടല്ലേ. ഫ്ലഷി മാമ്പഴം. മാങ്ങേണ്ടി കുറവാണ്. ഇങ്ങനത്തെ മാങ്ങയാണ് വാങ്ങിക്കേണ്ടത് ഇങ്ങനത്തെ കാര്യത്തിനെല്ലാം. നിറയെ ജ്യൂസ് കിട്ടുമല്ലോ. ഓക്കെ, മാങ്ങേണ്ടി ഭയങ്കര ഫ്ലാറ്റായിട്ടിരിക്കുന്നത്, ഒട്ടും വലുതല്ല. അയ്യോടാ, പാവം മാങ്ങ. ഭയങ്കര സർവീസബിൾ മാങ്ങയാണത്. എൻ്റെ പേരെനിക്കറിയില്ല, മറന്നുപോയി. എന്തായാലും കേരളത്തിൽ നിന്ന് വന്നതല്ല, വേറെ ഏതോ സംസ്ഥാനത്തു നിന്ന് ഇറങ്ങിയതാണ്. ഇതൊരു 3 എണ്ണമാണ്. 3 എണ്ണം എടുത്തപ്പോൾ തന്നെ നോക്കിയേ, സോ മച്ച് മാംഗോ ഫ്ലഷ്. ഇനി നമ്മുടെ കൊട്ടുക്കോണം മാങ്ങ. അതിൽ കുറച്ച് നാരുണ്ടാകും. ഇത് നാരൊന്നുമില്ലായിരുന്നു, അത്രയും പ്യുവർ. പൊടു, യു ആർ ബാക്ക്. പൊടു തിരിച്ചെത്തി. മോന് മാങ്ങ വേണോടാ? പൊടു മാംഗോ. പുടുവിന് മാങ്ങ വേണോ? ഞാൻ എടാ എന്നാണ് പുടുവിനെ സംബോധന ചെയ്തത്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത്, നീ എടാ എന്ന് വിളിക്കുന്നത് പെൺകുട്ടിയല്ലേ? പക്ഷേ എടി എന്ന് വിളിക്കുന്നത് ഭയങ്കര ബോറല്ലേ? എടാ എന്ന് വിളിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. അതെനിക്ക് തോന്നുന്നു അങ്ങനെ വിളിക്കുമ്പോൾ കുറച്ച് ഓക്കെയാണ്. അല്ലാതെ പുടു, എടി ഇവിടെ വരൂ, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. അത് മോശമല്ലേ? മോളെ എന്നല്ലേ പറയും. പക്ഷേ എടാ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയില്ല. Look, Mama is going to give you 1 mango. ദാ മോനെ വാ. പുടു, ഇത് കഴിച്ചു നോക്കിയേ. പുടു, eat this mango. What? Noodles. You want noodles? Okay. ഞാൻ നൂഡിൽസ് പുടുവിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ നൂഡിൽസ് എടുത്തിട്ട് വരാമോ? ഓക്കെ, പുടുവിൻ്റെ നൂഡിൽസാണ്. പുടു ചോദിച്ചു. ഞാൻ പറഞ്ഞു പുടുവിന് നൂഡിൽസ് ഉണ്ടാക്കി അമ്മാന്ന്. ഓർമ്മിച്ച് വെച്ചിരിക്കുന്നു. ഓക്കെ, ബ്രിങ് ഇറ്റ് ഹിയർ, ബ്രിങ് ഇറ്റ്. ഇങ്ങോട്ട് കൊണ്ടുവരും. യു ആർ ഗോയിങ് ടു പുട്ട് ഇറ്റ്. അമ്മാമ ഇട്ടോളൂ. അങ്ങനെ വെക്കാനാണോ? അത് ശരി. ഓക്കെ, അതിൽ നിന്ന് കഴിക്കാമെന്ന്. ഓക്കെ, ഫൈൻ. അത് കഴിച്ചു മുന്നേ. ടേക്ക് എ ഫോർക്ക്. എങ്ങനെയാണ് കഴിക്കുന്നത്? കുഞ്ഞെങ്ങനെയാണ് കഴിക്കുന്നത്? അയ്യോ, only one. Take more. Take more. Okay. Correct. Nice. Good. Nice. Good. You like it? Good. No way. ആൾക്ക് സൗണ്ട് പിടിക്കുന്നേ ഇല്ല. ഈ കുക്കറിൻ്റെ സൗണ്ട് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കുക്കർ ഓഫ് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ മിക്സിയുടെ സൗണ്ട് ഇഷ്ടമല്ല. സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. നോക്കട്ടെ. Let us see. അമ്മ. ഓക്കെ, പുടു വെയിറ്റ്. പുടു കഴിച്ചോളൂ. അമ്മ കട്ടി. ഓക്കെ, കുറച്ചുകൂടെ ചെറിയ പീസാക്കാം. ഇതൊട്ടും നാരില്ലായിരുന്നു കേട്ടോ ഈ ഒരു മാങ്ങയ്ക്ക്. നല്ല മാങ്ങ, നല്ല മധുരവുമുണ്ട്. ഇതിൽ ആഡഡ് പഞ്ചസാരയൊന്നും ആവശ്യം വരില്ല. മാങ്ങയ്ക്ക് എത്ര മധുരമുണ്ടോ ആ മധുരം മതിയല്ലോ, തിരയ്ക്കും. പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ല എല്ലാവരും ചെയ്യുന്നത്. എന്തമ്മാ? യെസ് പടി. നൂഡിൽസ് യു എയ്റ്റ്. ഓക്കെ ഓർക്കുന്നു. ഓക്കെ, യെസ്. ലുലു. ഓക്കെ, പുടു, അമ്മി. ഓക്കെ, അബി, അമ്മി, പുടു എല്ലാവരും കൂടി നൂഡിൽസ് എവിടെ കഴിച്ചു? ലുലു. 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം. 2 3 പ്രാവശ്യം.
എൻ്റെ കുക്കിംഗ് തൽക്കാലം നിർത്തി വെച്ചിരിക്കുകയാണ്. അരയ്ക്കാൻ സമ്മതിക്കുന്നില്ല. പക്ഷെ അത് ശബ്ദം ഇഷ്ടമല്ല. കുക്കർ തൽക്കാലം ഓഫ് ചെയ്തു. സാരമില്ല, ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ചെയ്യാം. അമ്മ ഈറ്റിംഗ് നൂഡിൽസ്. ഫുഡ് ഈറ്റിംഗ് നൈസ്. സെയിം അമ്മാമ്മ ഈറ്റിംഗ് പുടു. എന്ത് ചെയ്താലും സെയിം അമ്മാമ്മ എന്ത് ചെയ്യുന്നു അതുപോലെ പുടുവിന് ചെയ്യണം. പുടു പറയും സെയിം അമ്മാമ്മ ഈറ്റിംഗ് പുടു ഈറ്റിംഗ് സെയിം അല്ലേ മോനെ? സെയിം ഗുഡ്. ഡയന ഈറ്റ്സ് നൂഡിൽസ്. ഓ, ഡയന റോമയിലെ ഡയന ഈ നൂഡിൽസാണ് കഴിക്കുന്നത്. എല്ലാം ആ ഡയന റോമ ലോകത്തുനിന്ന് ഇറങ്ങിയിട്ടില്ല. പുള്ളിക്കാരി കുറേ സംഭവമാണ് കാണുന്നത്. ഓ, എന്താ പുടു നൂഡിൽസ്. യെസ്, പുടു ഈസ് ഓൾസോ ഈറ്റിംഗ് നൂഡിൽസ്. പുടു കഴിച്ചിട്ട് പോയി. നമ്മൾ ജോലി കണ്ടിന്യൂ ചെയ്യുന്നു. ഓക്കെ, കുക്കർ വീണ്ടും ഓൺ ചെയ്തു. മാമ്പഴം അരച്ചു തുടങ്ങി. ഓക്കെ, ആദ്യം ഒരു ബൗളിലേക്ക് മാറ്റാം. അതെ, അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ, ഒരു വേറൊരു ആവശ്യത്തിന്. ട്രേകളിലാണ് നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഞാനിപ്പോൾ ശകലം ഇച്ചിരി നെയ്യൊന്ന് തടവുന്നുണ്ട്. ട്രേകളിലായിട്ട് പറ്റുന്ന പോലെയുള്ള ഏത് ഷേപ്പായാലും കുഴപ്പമില്ല, സ്ക്വയറോ റൗണ്ടോ. ജസ്റ്റ് ഒരു കോട്ടിങ് ഓയിൽ ഓർ ഗീ. ഞാനിപ്പോൾ ഗീ. ഇത് കുറച്ച് തിന്നായിട്ടാണ് നമ്മൾ പരത്തി വെക്കേണ്ടത്. ഒരുപാട് കട്ടി വേണ്ട. ഉണങ്ങി വരുമ്പോൾ സാധാരണ പല ലെയേഴ്സിൽ ആൾക്കാർ ചെയ്യാറുണ്ടായിരുന്നു പണ്ടത്തെ കാലത്ത്. ഒരു ദിവസത്തെ ഉണങ്ങൽ കഴിയുമ്പോൾ അടുത്ത ലെയർ ഫിക്സ് ചെയ്യും. അങ്ങനെ ലെയേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. ഒന്നുകൂടി വൃത്തിയാക്കാം. ഇനി അപ്പുറത്തൊരു പ്ലേറ്റും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു റൗണ്ട് പാത്രം. ഇത് ബോയിച്ചേട്ടൻ്റെ ചോറുണ്ണുന്ന പാത്രമാണ്. ഞാനതിൻ്റെ മാംഗോ ബാർ ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞു. ഓക്കെ പരത്തി കൊടുക്കാം. ദോശ പരത്തുന്ന പോലെ പരത്തി. ഇത് ഉണങ്ങുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ചുരുങ്ങും, അന്നേരം കുറച്ചുകൂടെ തിന്നറാകും. അങ്ങനെ 2 പാത്രത്തിലായിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോപ്പൻ എത്തിയിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ. പൊടു അങ്ങോട്ട് ചാടി നടക്കുന്നുണ്ട്, കുഴപ്പമില്ല, ശബ്ദം കേൾക്കും. ഞാൻ ഇനി ഒന്ന് അങ്ങോട്ട് പോയച്ച് വരാം. അപ്പോൾ ഇതൊന്ന് വെയിലത്ത് വെച്ചിട്ട് പോകാം. തൽക്കാലം ഇവിടുത്തെ വെയിലത്ത് വയ്ക്കാം. ഓക്കെ, പിന്നെ നമുക്ക് ടെറസിൽ വയ്ക്കാം. കുക്കറിൽ നിന്ന് ഞാൻ എടുത്തു മാറ്റി തണുക്കാൻ വെച്ചിരിക്കുവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്കിന്നൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് അകത്തുള്ള ഫ്ലഷ് മാത്രം മതി നമുക്ക്. മാങ്ങേണ്ടിയിൽ പറ്റിയിരിക്കുന്നതും എല്ലാം ഇങ്ങനെ എടുക്കാം. സ്കിൻ അതിൽ നിന്ന് മാറ്റാം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ നല്ല രീതിയിൽ വേവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി ഈസിയായി. ഒന്ന് തണുപ്പിച്ചെടുത്താൽ മതി. ഓക്കെ, മാങ്ങയുടെ ഇതിനകത്തുനിന്നും എളുപ്പമാണ്. ഓ, ഇറ്റ്സ് വെരി ഹോട്ട്. ഇങ്ങനെ എടുത്താൽ മതി, അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് ഇങ്ങനെ എടുക്കാം. ഓക്കെ, ഈ രീതിയിൽ അതിൻ്റെ പൾപ്പ് കംപ്ലീറ്റ് ഇങ്ങനെ എടുക്കാം. സ്കിന്നൊക്കെ മാറ്റട്ടെ. ചൂടായതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്പൂണ് വെച്ചിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ റോ മാംഗോ പൾപ്പ് ഇസ് റെഡി. ഇനി ഇതിനകത്തേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കണം. എന്തായാലും പഞ്ചസാര വേണമല്ലോ. ഇത് നമ്മൾ അല്ലാതെ ഇപ്പോൾ സ്പൈസി ടൈപ്പാണ് ചെയ്യുന്നതെങ്കിൽ ഷുഗറിൻ്റെ ഒന്നും ആവശ്യമില്ല, പേരിന് വേണ്ടിയല്ലേ ഉള്ളൂ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ഇപ്പോൾ ചാട്ട് മസാലയൊക്കെ ആണെങ്കിൽ. ഇനി ഇതിലിപ്പോൾ കുറച്ച് ഷുഗറും കൂടി ചേർത്ത് മിക്സിയിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്യാം. ഓക്കെ, ഇത് ഏകദേശം ഒരു 2 കപ്പോളം മാംഗോ പൾപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് ഷുഗറും കൂടി ചേർത്ത് ആവശ്യാനുസരണമാണ് കേട്ടോ പഞ്ചസാര ചേർക്കുന്നത്. നോക്കട്ടെ, ഇത് മിക്സ് ചെയ്തിട്ടൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ബ്ലെൻഡറിൽ വെച്ച് മിക്സിയിൽ അടിച്ചെടുക്കാം. കറക്റ്റ് സെറ്റ്. ഓക്കേ, വാവ്, നോക്കിക്കോളൂ. യാ, വാട്ട് എ സ്മൂത്ത്. ഒരു കുറുക്കിയൊക്കെ നല്ലതല്ലേ, കാണുമ്പോൾ തന്നെ അറിയാം ടേസ്റ്റ്. ആവശ്യത്തിന് മധുരമൊക്കെ ഉണ്ട്. ഒരു നുള്ള് ഉപ്പ് കൊടുക്കാം കേട്ടോ, ഒരു ജസ്റ്റ് ഒരു ബാലൻസിങ്, അത്രേ ഉള്ളൂ.
ചെറിയൊരു പുളിയും, ആഹാ മധുരവും, സൂപ്പർ. അപ്പോൾ ഇത്രയും മാംഗോ പൾപ്പ് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ഗ്ലാസ് ഒഴിച്ച് കഴിക്കാമല്ലോ. ഇത് നമ്മളൊരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ മതി. അപ്പോൾ ഒരു 2-3 ദിവസത്തെ ഒരിക്കൽ ഇങ്ങനെ ചെയ്താൽ മതി. മാങ്ങയുടെ കാലം തീരുന്നവരെ. പ്രിസർവേറ്റീവ് ഒന്നുമില്ല, ഒരു കാര്യമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഷുഗർ ഇല്ലാണ്ട് ഇങ്ങനെ അരച്ചെടുത്തിട്ട് ഷുഗർ പേരിന് വേണ്ടി കുറച്ച് ചേർക്കുക. എന്നിട്ട് പിന്നെ ജീരകം വറുത്ത് പൊടിച്ചതും ചാട്ട് മസാലയും ബ്ലാക്ക് സോൾട്ടും എല്ലാം കൂടി ചേർത്തിട്ട് പുതിനയും ഒക്കെ ചേർത്തിട്ടും സോഡ വാട്ടർ ഒഴിച്ച് ചെയ്താൽ ഗംഭീരമായിരിക്കും. ഇതിപ്പോൾ തന്നെ നോക്കിക്കോളൂ. ഞാനിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒന്ന് നമ്മുടെ പുതിന. ഓക്കെ, പുതിന ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ടു. ആ 2 പീസ് ഇട്ടു. സബ്ജ സീഡ്സ് അഥവാ കറുത്ത കഷ്കഷ് കുതിർത്തത്. ഇനി ഇതിലേക്ക് മാംഗോ പൾപ്പ്. ഇത് ഷുഗർ ചേർത്തതാണ്. അപ്പോൾ ആവശ്യത്തിന് മധുരമുണ്ടാകും, ചെറിയൊരു പുളി ഉണ്ടാകും, ഇച്ചിരി ഉപ്പിൻ്റെ ഒരു ലേശം കിട്ടും. ഇനി വീണ്ടും നമുക്ക് കുറച്ച് ഐസ് ഇട്ട് വെക്കാം. ഐസ്. ആഹാ, ഇതെല്ലാം ഇങ്ങനെ അലിഞ്ഞ് വരുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. ആഹാ, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഈ സബ്ജ സീഡ്സ്. അത് കാരണം ഞാൻ വീണ്ടും മോർ ഓഫ് സബ്ജ. ഇനി കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം അല്ലെങ്കിൽ സോഡ വാട്ടർ. ഓക്കെ, രണ്ടാണെങ്കിലും കുഴപ്പമില്ല. യെസ്, കുറച്ച് ഐസ് വാട്ടർ ഒഴിച്ച് കൊടുക്കാം. ഇനി കുറച്ച് മിക്സ് ചെയ്യാം. ഈ മിക്സിങ്ങിൽ നമ്മുടെ പുതിനയുടെ ഫ്ലേവറും കൂടി വരും. പുതിനയിലൊക്കെ മുകളിലേക്ക് വന്നു കഴിഞ്ഞു. കാണുന്നുണ്ട് ഐസ് എടുത്ത് അതിൻ്റെ മേണ്ടയ്ക്ക് ഇട്ടപ്പോൾ അത് കുറച്ചൊന്ന് ക്രഷ് ആയിട്ടുണ്ടാവുമല്ലോ എന്തായാലും. ഇതിനെ വേണമെങ്കിൽ ഒരു പച്ചമുളകും കൂടി ഒന്ന് മുറിച്ചിട്ട് കഴിഞ്ഞാൽ ആ രീതിയിൽ നമുക്ക് കഴിക്കാം. നമ്മുടെ കുലുക്കി സർബത്തിലൊക്കെ ചെയ്യുന്ന പോലെ വേണമെങ്കിൽ അതായത് ചെറിയൊരു എരിവും കൂടെ കിട്ടാമല്ലോ, കുലുക്കിയൊക്കെ ചെയ്യുന്ന പോലെ അങ്ങനെയും ചെയ്യാം. വേറെ പരിപാടിയൊന്നുമില്ല. ഞാനിങ്ങനെ ജസ്റ്റ് ദിസ് ഇസ് മിക്സിങ് പ്രോസസ്. ആ മാംഗോയുടെ ഇതെല്ലാം എല്ലാ ഭാഗത്തേക്കും കറക്റ്റ് വരണം. പറയാൻ വാക്കുകളില്ല. ഭയങ്കര റിഫ്രഷ്ഡ് ഫീലിങ്. ഇപ്പം നമ്മൾ ആദ്യം ഉണ്ടാക്കിയ കരിമ്പിൻ ജ്യൂസ് ആണെങ്കിലും ഫേക്ക് കരിമ്പിൻ ജ്യൂസ്, ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ്. അതിൽ നമുക്ക് വേണമെങ്കിൽ ലൈം ജ്യൂസിന് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്തിട്ട് ശർക്കരയുടെ അളവ് കുറച്ചിട്ട് ലൈം കൂട്ടി നമ്മൾ അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, മധുരം. പക്ഷേ അത് ഒരു 75% നമുക്ക് കരിമ്പിൻ്റെ ജ്യൂസ് കുടിക്കുന്ന പോലെ തന്നെ ആയിരിക്കും. ഇതോ ഒരു രക്ഷയില്ല. ആഹാ, അടിപൊളി മീൻസ് അടിപൊളി. ചെറിയൊരു പുളി, മധുരം. ഞാൻ പറഞ്ഞില്ല, ഇതിൽ പച്ചമുളകും കൂടെ കഴിഞ്ഞിട്ടാൽ കുറച്ചുകൂടെ ഗംഭീരമാവുമെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു. പുതിനയുടെ ഒരു ചെറിയ സട്ടിലായിട്ടൊരു ടേസ്റ്റ്. ഇനി ഇതിനകത്ത് സോഡ ഇട്ട് നമുക്ക് ചെയ്യാം. ഇത് പ്ലെയിൻ ഐസ് വാട്ടർ. ഇനി തണുത്ത സോഡ വെള്ളം ഒഴിച്ചിട്ടും ചെയ്ത് നോക്കാം. സെക്കൻഡ് ഗ്ലാസ്സിലും നമുക്കൊന്ന് ക്രഷ് ചെയ്തിടാം. ഓക്കെ, പുതിന ലീവ്സ് ക്രഷ്ഡ് മീൻസ് എൻ്റെ കൈ കൊണ്ടാണ് ഞാൻ ക്രഷ് ചെയ്ത്. 2-3 ഐസ് പീസസ്. ഇനി കുറച്ച് സബ്ജ കുതിർത്തത്, സബ്ജ സീഡ്സ്. പിന്നെ നമ്മുടെ മാംഗോ പൾപ്പ്. ഐസ് ഇടുന്ന കാര്യത്തിൽ യാതൊരു കുറവും വരുത്തണ്ട. ഓക്കെ, ആവശ്യം പോലെ ഇടാം. വീണ്ടും 1 ടേബിൾ സ്പൂൺ സബ്ജ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, അത്രയും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, എനിക്കിഷ്ടമാണ്. ഇനി സോഡ ഐസ്. അയ്യോ, തണുത്ത സോഡ വെള്ളം ഒഴിക്കാൻ പോണോ? ഫ്രസി.
അതിൻ്റെ ഒരു എഫക്റ്റ് വേറെയാണ്. ഓക്കെ, എന്നിട്ട് ഇതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സോഡ വാട്ടർ ആയതുകൊണ്ട് ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി കുറച്ച് താഴെ പോയി. ഇറ്റ്സ് ഓക്കെ, അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. കാണുമ്പോൾ കുടിക്കാൻ തോന്നും. നല്ല ഫ്രിസി. വാവ്, ആ മാമ്പഴത്തിൻ്റെ പൾപ്പും പുതിന എല്ലാത്തിൻ്റെയും കൂടെ ഒരു മിക്സ്ഡ് ഫ്ലേവർ കിട്ടും. യെസ്, സോഡയുടെ ഇങ്ങനെ കുടിക്കുന്നതിന് again ഭയങ്കര റിഫ്രഷിങ്. ഇനി എങ്ങനെ വേണമെങ്കിലും ആവാം. എനിക്ക് പക്ഷേ സോഡയുടെ ടേസ്റ്റ് പൊതുവേ വലിയ ഇഷ്ടമുള്ള ആളല്ല. സോഡ എനിക്കിഷ്ടമല്ല, പക്ഷേ ഈ മറ്റ് ഡ്രിങ്ക്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഫ്രഷി ആയിട്ടുള്ള. സോ ഐ വിൽ ഗോ ഫോർ ദ പ്ലെയിൻ. അടിപൊളി. അപ്പോൾ ഈ വേനൽ ചൂടിൽ നിന്ന് രക്ഷ കിട്ടാൻ മെത്തേഡ്സ് ഇതൊക്കെയാണ്. ഇത്രയും ബാക്കിയുണ്ട്, നോക്കിക്കോളൂ. 3 കൊച്ചു മാങ്ങയാണ് എടുത്തത്. ഇതുപോലെ എത്ര ഗ്ലാസ് ഉണ്ടാക്കാമെന്നറിയോ? എത്ര ഗ്ലാസ് ഉണ്ടാക്കുന്നത്? ഇതുപോലത്തെ സ്പൂണിൽ ഒരു 3 സ്പൂൺ വെച്ചാണ് ഞാൻ എടുത്തത്. അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ നിന്ന് ഏകദേശം ഒരു 10, അപ്പോൾ ഇതും കൂടി ചേർത്താണെങ്കിൽ 12 to 15 ഗ്ലാസസ് ഓഫ് മാംഗോ ഡ്രിങ്ക് തയ്യാറാക്കാം. ഓക്കെ, ഇതിനെ എന്ത് പേരിട്ട് വേണമെങ്കിലും വിളിക്കാം. ഗ്രീൻ മാംഗോ സർബത്ത്. ഓക്കെ, സർബത്തൊന്നും ഒഴിച്ചിട്ടില്ല. ഇപ്പോൾ ഇതിനെ സർബത്താക്കണം എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നറുനീണ്ടി സിറപ്പ് ഇച്ചിരി ഒഴിച്ചാൽ മതി, അപ്പോൾ ആ ഒരു ഫ്ലേവറും കൂടി വരും. ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു, എല്ലാവർക്കും കൊടുക്കാം. ഇത് ചിലപ്പോൾ പൊടുവിനും ഇതും ഇഷ്ടമാവും, കാര്യം ഇത് ചെറിയ പുളിയും കൂടി ഉണ്ട്, കൂടുതൽ ഇഷ്ടമാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഓക്കെ, ഈ ഒരു വേനൽക്കാലത്ത് പലതരം സോഫ്റ്റ് ഡ്രിങ്ക്സ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. പുറത്ത് പോയി കഴിക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ആണുങ്ങൾക്കൊക്കെ പുറത്ത് പോയാലും കഴിക്കാൻ പറ്റും, പക്ഷേ പെണ്ണുങ്ങൾ കുറേ വീട്ടമ്മമാർ വീട്ടിൽ തന്നെ ഇരിക്കുന്നവരില്ലേ, ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വയ്ക്കുക. ആവശ്യാനുസരണം ചൂട് തോന്നുന്ന സമയത്ത് ഉച്ച സമയത്തൊക്കെ ഒരു ഗ്ലാസ് മിക്സ് ചെയ്ത് കുടിക്കുക. സ്വർഗം. ഭയങ്കര ഹാപ്പി ആകാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. നമ്മുടെ മാങ്ങാത്തരെ വേഗത്ത് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. അത് അടുത്ത സ്റ്റേജ് ഞാൻ കാണിച്ചു തരാം. ഒന്ന് ഉണങ്ങി വരട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി വ്ളോഗ്സ്. ലവ് യു.